യാത്ര പോവുകയാണ്. യാത്ര നേരെ പാലക്കാടിലേക്കാണ് പോണത്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഫുഡ് അടിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ യാത്രയിലൂടെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇപ്പൊ ഒന്നൊരു സർപ്രൈസ് ഉണ്ട്, നടക്കില്ല എന്നൊന്നും അറിയാൻ പറ്റില്ല, അറിയാൻ പാടില്ല. അത് നോക്കാം എന്തായാലും. പുറകിൽ നമ്മൾ പുതിയ 2 ആൾക്കാരെ കൂട്ടിയിട്ടുണ്ട്, റാഷിദ് അമലും ഉണ്ട്. അപ്പൊ നമ്മൾ 4 പേരായിട്ടാണ് നമ്മൾ പോണത്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. നമ്മൾ പോണ വഴിക്കേ ഉച്ചക്ക് 12-1 മണിയായി. ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത് ചാലക്കുടി രഘുച്ചേട്ടൻ്റെ കടയിലാണ്. ഇതാണ് രഘുച്ചേട്ടൻ്റെ കട, ചാലക്കുടി. അപ്പോൾ എന്തൊക്കെയാണ് രഘുച്ചേട്ടൻ്റെ കടയിൽ കിട്ടുക, നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് നമുക്ക് കഴിക്കാം. നമുക്ക് കഴിക്കുന്ന വീഡിയോ ആദ്യം കാണാം. ഓക്കെ, അമ്മ ഫ്രൈ ഉണ്ട്, കറിയുണ്ട്. ബീഫ് ഫ്രൈ ഉണ്ട്, കറിയുണ്ട്. ചിക്കൻ ഫ്രൈ, ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ, പിന്നെ ബീഫ് ഫ്രൈ അല്ലേ? ഫ്രൈ ചെയ്യാം. ഇവിടെ ചില ബീഫ് ഫ്രൈ ചെയ്യാം. പിന്നെ ചട്നി വെച്ചു, പിന്നെ വേറെ കൊഴുവണം. നേരെ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ പാലക്കാടാണ്. പാലക്കാട് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ കഴിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രഘുച്ചേട്ടൻ്റെ കടയാണ്. രഘുച്ചേട്ടൻ്റെ കടയിൽ കയറി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ മകനാണ് എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത്. അപ്പോൾ രഘുച്ചേട്ടൻ്റെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളാണ് രഘുച്ചേട്ടൻ. അപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി, എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞു 3 മാസം മുമ്പ് പുള്ളി മരിച്ചുപോയി, മകനാണ് നോക്കി നടത്തുന്നത്. പേര് വിഷ്ണു രഘു എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല ഗുണമേന്മയുള്ള ഫുഡാണ്, ക്വാളിറ്റി ഉള്ള ഫുഡാണ്, റെഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡാണ് കേട്ടോ. ചാലക്കുടിയിൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ബൈപ്പാസിൻ്റെ തൊട്ട് സൈഡാണ്.
ശരിക്കും പറഞ്ഞാൽ ബൈപ്പാസ് പാലത്തിൻ്റെ അടിയിൽ കൂടെ നിങ്ങൾ കയറി കഴിഞ്ഞാൽ വീണ്ടും ബൈപ്പാസിലേക്ക് കയറുന്ന വഴി തന്നെയാണ് ഈ കട വരുന്നത്. ഒരു പേ ആൻഡ് പാർക്ക് കട, മീൻസ് വണ്ടി പാർക്ക് ചെയ്ത് വിൽക്കുന്ന ഒരു കടയുടെ തൊട്ട് ബാക്കിലാണ് ഈ ഷോപ്പ് വരുന്നത്. മീനും ചെമ്മീനും ബീഫും ചിക്കനൊക്കെ തിന്നും. പിന്നെ അവിടെ മറ്റേ അങ്കമാലിക്കാരുടെ ഫേമസ് മാങ്ങക്കറി ഉണ്ടായിരുന്നു. മാങ്ങക്കറി അത് കൂട്ടി പ്രധാനം പോയിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പാലക്കാടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, അടുത്ത സ്റ്റോപ്പ് വണ്ടി നിർത്താൻ വെച്ച് അടുത്ത ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോയിൽ കാണാം.